ഐക്യതയും സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. വല്ലവിധേനയും ഐക്യതയെയും സമാധാനത്തെയും തകർത്തു കളയുവാൻ ശത്രു പല നിലകളിൽ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഐക്യതയോടും സമാധാനത്തോടും വിശ്വാസത്തോടും ഏക മനസ്സോടും കൂടെ നാം ജീവിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം വാക്യം, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യതപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കൽ നിന്ന് അവർക്ക് ലഭിക്കും. അതെ, ഐക്യതപ്പെട്ട് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പിതാവിങ്കൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യതപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നൽകിത്തരും. വല്ലവിധേനയും പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞു കളയണം എന്ന് പിശാച് വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ ഐക്യതയും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആശ്വാസവും പലപ്പോഴും ശത്രു കവർന്നെടുക്കാറുണ്ട്. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. മത്തായി 18:20. അതെ, ദൈവനാമത്തിൽ കൂടി വരുന്നിടത്ത് ദൈവസാന്നിധ്യമുണ്ട്. അതെ, പിന്നെയും ദൈവവചനത്തിൽ സഭാപ്രസംഗി 4:12 കാണുന്നു, മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. അതെ, ഐക്യമായി നിന്ന് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ ചില കോട്ടകളെ, ശത്രുവിൻ്റെ ആധിപത്യങ്ങളെ, ദുഷ്ടൻ്റെ ഉയർച്ചകളെ തകർത്തു കളയുവാൻ തക്കവണ്ണമുള്ള ആത്മീക ബലവും ശക്തിയും സ്വർഗത്തിലെ ദൈവം പകരുന്നു. അതുകൊണ്ടാണ് 133-ാം സങ്കീർത്തനം അതിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെ സീയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോൻ മഞ്ഞുപോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവയുടെ അനുഗ്രഹം ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. അതെ, യഹോവയുടെ അനുഗ്രഹവും ശാശ്വതമായ ജീവനും ദൈവം നമ്മൾക്ക് കൽപ്പിച്ചാക്കിയിരിക്കുകയാണ്. അതെവിടെയാണ് നമുക്ക് ലഭ്യമാകുന്നത്? ഐക്യതയോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ നാം ആയിരിക്കുന്ന സ്ഥലത്ത്. അപ്പോസ്തലപ്രവൃത്തി 2:1 പഠിക്കുമ്പോൾ, പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. അവിടെ അഗ്നിജാല പോലെ പിളർക്കപ്പെട്ട നാവുകൾ അവരുടെ മേൽ പതിയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെ, ഐക്യതയോടുകൂടി നാം ഒരു സ്ഥലത്ത് കൂടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ഏക മനസ്സോടെ ദൈവസന്നിധിയിൽ വിഷയങ്ങൾ ഏറ്റുപറയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ അസാധ്യമായ ഒന്നുമില്ല. അതുകൊണ്ട് ഐക്യമായി നിന്ന് ഏക മനസ്സോടെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാപിക്കാം. ഒരിക്കലും നടക്കത്തില്ലെന്ന് നാം കരുതുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം മറുപടിയും നന്മയും അനുഗ്രഹവും അയക്കുക തന്നെ ചെയ്യും.